ഞാൻ സാരിയുടെ പല്ലു പ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള വീതിയിൽ ചെയ്യാം. ഞാനിവിടെ ചെറിയ വീതിയിലാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് വലിയ വീതി വേണമെങ്കിൽ വലിയ വീതിയിൽ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു സാരി പഗ് എന്ന് പറഞ്ഞൊരു ക്ലിപ്പാണത്. അത് യൂസ് ചെയ്താണ് ഇവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഒറ്റയ്ക്ക് തന്നെ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ പ്ലീറ്റ് ചെയ്യാൻ പറ്റും ഈ ക്ലിപ്പ് ഉണ്ടെങ്കിൽ കേട്ടോ. അങ്ങനെ നമ്മൾ വളരെ നീറ്റായിട്ട് പ്ലീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ഒരു പല്ലു മെഷർമെൻറ്റ് എടുത്തില്ലേ, അവിടെ ഒരു പിൻ ചെയ്തില്ലേ, ആ ഭാഗം വരെ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് പ്ലീറ്റ് ചെയ്തെടുക്കണം. ഓക്കെ. സെൻറ്റർ പ്ലീറ്റ് മെഷർമെൻറ്റ് എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം. സെൻറ്റർ പ്ലീറ്റ് ചെയ്യുന്നത് നമ്മുടെ ഷേപ്പിൻ്റെ മെഷർമെൻറ്റ് ചെയ്ത പിന്ന് കയ്യിലിങ്ങനെ ഈ ചൂടുകളിൽ ഇങ്ങനെ പിടിച്ച് നോർമൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പ്ലീറ്റ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. ഇങ്ങനെ പ്ലീറ്റ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ സെൻറ്റർ പ്ലീറ്റിൻ്റെ മെഷർമെൻറ്റ് ചെയ്ത പിന്നാണ്. ഈ പിന്ന് നമ്മുടെ ഈ സൈഡ് വരണം, അതായത് ഇടത് സൈഡിൽ വരണം. നമ്മുടെ ഷേപ്പിൻ്റെ പിന്ന്, ഇതാണ് ഷേപ്പിൻ്റെ പിന്ന്. ഇങ്ങനെ പിടിക്കുമ്പോൾ ഷേപ്പിൻ്റെ പിന്ന് നമ്മുടെ വലത് കൈയിലും സെൻറ്റർ പ്ലീറ്റിൻ്റെ പിന്ന് നമ്മുടെ ഇടത് കൈയിലും വരുന്ന രീതിയിൽ വേണം പിന്ന് വരാൻ. അതങ്ങനെ വന്നാൽ മാത്രമേ കറക്റ്റ് ആവൂ. അതൊന്ന് ശ്രദ്ധിക്കണേ. ഷേപ്പിൻ്റെ പിന്ന് വലത് കൈയിലും സെൻറ്റർ പ്ലീറ്റിൻ്റെ പിന്ന് ഇടത് കൈയിലും വരണം. പിന്നെ നമുക്കിത് കറക്റ്റാക്കി കൊടുക്കാം. ഇനി നമ്മളിത് പിൻ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ ഓൾറെഡി പ്ലീറ്റ് എടുത്തതാണ്. അപ്പോൾ ഈ ഒരു പ്ലീറ്റ് ഉണ്ടല്ലോ, സെൻറ്റർ പ്ലീറ്റ് ഷേപ്പിൻ്റെ അവിടെ വന്ന ഈ പ്ലീറ്റ് ഒന്ന് വിട്ട് വേണം നമ്മൾ പ്ലീറ്റിന് പിൻ ചെയ്യാം. കാരണം നമുക്കറിയാം ഇവിടെ ഷേപ്പ് വരുമ്പോൾ നമുക്കിവിടെ ടൈറ്റ് ചെയ്യാൻ ഇച്ചിരി ഭാഗം വേണം, നമുക്ക് ആവശ്യമുണ്ട്. ഇത് ഫുള്ള് പ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ബാലൻസ് കിട്ടൂല. ആ ബാലൻസിന് വേണ്ടിയാണ് ഞാൻ ഈ പ്ലീറ്റ് വിട്ടത്. അങ്ങനെ നമ്മൾ ഇത്രയും പ്ലീറ്റ് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മളുടെ സെൻറ്റർ പ്ലീറ്റ് വന്നത്. ഇനി ഈ പ്ലീറ്റുകളെല്ലാം അയൺ ചെയ്ത് സെറ്റ് ചെയ്യണം. അത് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.